Hi all, welcome to CCPLUS. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 2-ാം തീയതി നടക്കുന്ന CBSEയുടെ ടേം 1 സയൻസ് എക്സാമിന് വേണ്ടിയുള്ള ഒരു ഫൈനൽ റിവിഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് പോകാം. ഡിസംബർ 2-ാം തീയതി നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാമിനുള്ള ഒരു ഫൈനൽ ടച്ചപ്പ് ആയിട്ട് നമുക്ക് ഈ റിവിഷൻ കാണാം. അപ്പോൾ നമ്മൾ ആ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ്. അതിൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാവരും പഠിക്കേണ്ടതാണ്. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൂടാതെ പിന്നെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഒരു പോർഷനും കൂടി അവിടെ വരുന്നുണ്ട് അല്ലേ. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ഏതെല്ലാം തരം കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. ഇത്രയും റിയാക്ഷൻസിനെ കുറിച്ച് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷനും ഒന്ന് വേഗം പറഞ്ഞു പോകാം. എന്താ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? കമ്പൈൻ ചെയ്യുക അല്ലേ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈൻ ചെയ്യുക എന്നാണ് അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് 2 or more reactants combine to form one product are called combination reactions. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസിൽ 2 or more products, രണ്ടോ അതിലധികമോ പ്രോഡക്ട്സ് കമ്പൈൻ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ നോക്കാം. Mg + O2 gives 2MgO. അവിടെ Mgയും O2വും രണ്ട് സിമ്പിൾ സബ്സ്റ്റൻസുകളാണ്. അത് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു അല്ലേ. Such type of combining reactions are called combination reactions. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് മനസ്സിലായില്ലേ? കോമ്പിനേഷൻ റിയാക്ഷൻസിൽ 2 or more reactants combine to form a single product അല്ലേ, ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന such type of reactionsനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ റിയാക്ഷൻസ് തന്നിട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ തന്നിട്ട് അത് തന്നെ ഏത് ടൈപ്പിലാണ് വരുന്നത് എന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്തത് ഡികമ്പോസിഷൻ റിയാക്ഷൻ. എന്താ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്ഷൻസ് ഇൻ വിച്ച് one compound decomposes in 2 or more compounds or elements are known as decomposition reactions. അപ്പോൾ ഡികമ്പോസിഷൻ റിയാക്ഷൻസിൽ ഡികമ്പോസ് ചെയ്യുക. എന്താ ഡികമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റ് ആവുക അല്ലേ. ഡികമ്പോസ് ചെയ്യുക, അത് വിഘടിക്കുക അല്ലേ. ഡികമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടുതൽ ആയിട്ട് മാറുക അല്ലേ, അത് വിഘടിക്കുക. ഇപ്പം നോക്കുക, ഇവിടെ ഡികമ്പോസിഷൻ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? CaCO3 കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതെന്തായി മാറി? ഡികമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറി. അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡികമ്പോസിഷൻ റിയാക്ഷൻസ്. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ചോദിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ ആണോ ഡീകമ്പോസിഷൻ ആണോ എന്ന് അറിയാൻ എളുപ്പമാണ് കേട്ടോ. കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ്? ഇവിടെ പ്ലസ് കാണാം അല്ലേ. അധികവും കോമ്പിനേഷൻ റിയാക്ഷൻസിൽ റിയാക്റ്റൻസിൻ്റെ അവിടെ എന്തുണ്ട്? ആഡ് ചെയ്യണോ അല്ലേ, ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കോമ്പിനേഷൻ റിയാക്ഷൻസിൽ അല്ലേ. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എങ്ങനെയാ? ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ലേ, എന്നിട്ട് അത് ഡീകമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൻ്റെ സ്ഥലത്തായിരിക്കും ഈ പ്ലസ് കാണുക. ഓക്കെ, അപ്പം ഇതൊന്ന് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏതാണ് കോമ്പിനേഷൻ ഏതാണ് ഡീകമ്പോസിഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോമ്പിനേഷനും ഡീകമ്പോസിഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താ? ദ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് a more reactive element displaces a less reactive element from the compound അല്ലേ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ലെസ് റിയാക്റ്റീവ് എലമെൻറ്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് സിങ്ക് പ്ലസ് HCl എന്താ കിട്ടുന്നത്? സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഇവിടെ നോക്ക്, സിങ്ക് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് മെറ്റലാണ്. സിങ്ക് HClൽ നിന്ന് ആരെ ഡിസ്പ്ലേസ് ചെയ്തു?
സിങ്ക് HCl നിന്ന് H2-നെ അതായത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ. അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ തരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിൽ ഇവിടെ ഒരാൾ കൂടി നിൽക്കുന്നുണ്ടാകും. അയാളുടെ നെഗറ്റീവ് പാർട്ട് ആരുടെ കൂടെ പോകും? ഒറ്റയ്ക്കുള്ള ആളുടെ കൂടെ പോകും. എന്നിട്ട് ഇവിടുത്തെ പോസിറ്റീവ് പാർട്ട് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഫ്രം എ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് displacement reactions. When zinc reacts with hydrochloric acid, it gives hydrogen gas and zinc chloride. അപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയുള്ള ഈ റിയാക്ഷനിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാവും. എന്താണ്, ഇവിടെ ഒരാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ഉണ്ടാവും. അയാൾ ഒറ്റയ്ക്ക് നിൽക്കുമായിരിക്കും എവിടെ? റിയാക്റ്റൻറ്റ് സൈഡിൽ. അത് കഴിഞ്ഞ് പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഈ HCl-ൻ്റെ ആ CL-നെയും കൊണ്ട് സിങ്ക് പോയി H-നെ സ്വതന്ത്രമാക്കി, H-നെ ലിബറേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഇനി അടുത്തത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്നാണ്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റിയാക്ഷൻസ് ഇൻ വിച്ച് അയോൺസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ടു റിയാക്റ്റൻസ് ഫോമിംഗ് ന്യൂ കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിൽ അയോൺസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ടു റിയാക്റ്റൻസ് ഫോമിംഗ് ന്യൂ കോമ്പൗണ്ട്സ്. അതൊന്ന് നോക്കിയാലോ. ഇവിടെ NaOH ആണ് തന്നിരിക്കുന്നത്, ഇവിടെ HCl ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ അയോൺസ് അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും എന്നാണ് പറയണത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അയോൺസ് ആർ എക്സ്ചേഞ്ച്ഡ്. നോക്കേ, NaOH-ൽ OH ആര് കൊണ്ടുപോകും? നോക്കുക, H കൊണ്ടുപോകും. H-ൻ്റെ Cl-നെ ആര് കൊണ്ടുപോരും? Na കൊണ്ടുപോരും അല്ലേ. അപ്പോൾ എന്തായി അവിടെ? NaCl plus H2O എന്ന് ഫോം ചെയ്തു അല്ലേ. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിൽ ഈ തരത്തിലുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അയോൺസ് അല്ലേ, എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആണ് നടക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ആറ്റംസ് അല്ലേ, ബിറ്റ്വീൻ ദ റിയാക്റ്റിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ എന്താണ്? NaOH plus HCl gives NaCl plus H2O ആണ് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ നോക്കുക, Cl Na കൊണ്ടുപോയി, OH H കൊണ്ടുപോയി. ഓക്കെ, അടുത്തത് എൻഡോതെർമിക് റിയാക്ഷൻ. ഇതാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് അല്ലേ. എൻഡോതെർമിക് റിയാക്ഷൻസിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻസിൻ്റെ ഒക്കെ നമുക്ക് ആ ആരോയിൽ ഹീറ്റ് എന്നുണ്ട്, അല്ലെങ്കിൽ ഓൺ ഹീറ്റിംഗ് എന്നൊക്കെ പറയും ആ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ആൻസറിലോ ഒക്കെ. അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എല്ലാം എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവർ പറഞ്ഞിട്ടുണ്ടാവും ഓൺ ഹീറ്റഡ്, ആ റിയാക്ഷൻ നടക്കുന്നത് ഓൺ ഹീറ്റിംഗ് അല്ലെങ്കിൽ അറ്റ് ഇന്ന ടെമ്പറേച്ചറിൽ എന്നൊക്കെ നമുക്ക് അതിൽ കാണിക്കുന്നുണ്ടാകും. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോ എന്ന വാക്ക് വരുന്ന പുറത്തേക്ക് അല്ലേ. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്, ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുന്ന, ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്ന തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻസിൽ ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്, ഹീറ്റ് എനർജീനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് write the balanced chemical equation with the state symbols of the following reactions. നോക്കുക, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വിത്ത് ദ സ്റ്റേറ്റ് സിംബൽസ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. അതായത് സൊല്യൂഷൻസ് ഓഫ് barium chloride and sodium sulfate in water react to give insoluble barium sulfate and the solution of sodium chloride. ഇതൊരു റിയാക്ഷനെ ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ ബാലൻസ്ഡ്
കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, സൊല്യൂഷൻസ് ഓഫ് ബേരിയം ക്ലോറൈഡ് ആൻഡ് sodium sulfate in water react to give insoluble barium sulfate and sodium chloride. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ സൊല്യൂഷൻസ് ഓഫ് ബേരിയം ക്ലോറൈഡ് എങ്ങനെയാണ് എഴുതുന്നത്? BaCl2 അല്ലേ? ബേരിയം ക്ലോറൈഡ് പ്ലസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സോഡിയം സൾഫേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസി 1 ആണ്, സൾഫേറ്റ് SO4ൻ്റെ വാലൻസി 2 ആണ്. ഇൻ്റർചേഞ്ചിങ് ദ വാലൻസി എങ്ങനെ വരും? Na2SO4 എന്ന് വരും. അറിയാലോ അല്ലേ? അടുത്തത് ഗീവ്സ് എന്താണ്? എന്ത് കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്? BaSO4. എന്താ ഉണ്ടാവുന്നത്? ബേരിയം സൾഫേറ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ റിയാക്ഷൻ എങ്ങനെ വരും? BaSO4 പ്ലസ് NaCl അല്ലേ? 2NaCl എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബേരിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് സോഡിയം സൾഫേറ്റ് ഫോമിങ് ബേരിയം സൾഫേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ റിയാക്ഷൻ എന്ത് തരം റിയാക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഇവിടെ എന്താ സംഭവിച്ചത്? ബേരിയം ക്ലോറൈഡിൻ്റെ Cl എങ്ങോട്ട് പോയി? ഇവിടുത്തെ സോഡിയത്തിൻ്റെ കൂടെ പോയി. സോഡിയത്തിൻ്റെ SO4 എങ്ങോട്ട് പോന്നു? ബേരിയത്തിൻ്റെ കൂടെ പോന്നു. ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ? ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നോക്കുക, ഈ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ടേക്സ് പ്ലേസ്, അതായത് ആ നെഗറ്റീവ് പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത് ലിസ്റ്റ് any two observations when ferrous sulfate is heated in a dry test tube. ഫെറസ് സൾഫേറ്റിനെ നിങ്ങൾ ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന എനി ടു ഒബ്സർവേഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഫെറസ് സൾഫേറ്റ് FeSO4 അല്ലേ? FeSO4നെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. എവിടെ? ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? FeSO4നെ ഹീറ്റ് ചെയ്യുമ്പോൾ Fe2O3 പ്ലസ് പിന്നെ എന്തുണ്ടാവുന്നു? SO2 പ്ലസ് SO3 എന്നുണ്ടാവുന്നു അല്ലേ? Fe2O3 പ്ലസ് SO2 പ്ലസ് SO3 എന്നുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് ആലോചിച്ച് നോക്കി. ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല. എന്താണ്? ഇവിടെ Fe2O3 എന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ എന്താ ഉള്ളൂ? ഇവിടെ Fe ഉള്ളൂ. ഇപ്പം നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണ്ടേ? പിന്നെ എന്താണ് ഇവിടെ എന്തുണ്ട്? SO2 SO3 ഉണ്ട്. അങ്ങനെയാവുമ്പോൾ എത്രയായി? SO2 SO3 കൂടി ആവുമ്പോൾ ഇവിടെ 2 S ഉണ്ട്. ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ ഒരു S ഉണ്ട്, 2 S ഉണ്ട്. ബാക്കി ഇവിടെ എത്രയുണ്ട്? 4 × 2 8 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 8 വേണ്ടേ? നോക്കുക, 3 + 2 + 3 എത്രയായി? 3 + 2 5 + 3 8. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം ഇവിടെയും 8 ആണ്. 4 × 2 8 ആണ്. ഇവിടെ വന്നപ്പോഴും 3 + 2 5 5 + 3 8 ഓക്സിജൻ ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ബാലൻസ്ഡ് ആയി. പിന്നെയോ ഇവിടെ 2 Fe ഉണ്ട്. ഇവിടെ നമ്മളൊരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ Feക്ക് 2 ആയി, Sന് 2 ആയി അല്ലേ? ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ ഒരു S ഉണ്ട്. അപ്പോൾ അവിടെ 2S ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്തു. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ലിസ്റ്റ് എനി ടു ഒബ്സർവേഷൻസ് വെൻ ഫെറസ് സൾഫേറ്റ് ഈസ് ഹീറ്റഡ് അല്ലേ? എനി ടു ഒബ്സർവേഷൻസ് വെൻ ഫെറസ് സൾഫേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? Fe2O3 ഉണ്ടാവേണ്ട, SO2 ഉണ്ടാവേണ്ട, SO3 ഉണ്ടാവേണ്ട. അതാണ് അവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write the chemical name and chemical formula of the salt used to remove permanent hardness of water. വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾട്ടിൻ്റെ കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത ചാപ്റ്ററാണ്, ആസിഡ് സ്പേസസ് സോൾട്ട് എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ആസിഡ് സ്പേസസ് സോൾട്ട് എന്ന ചാപ്റ്ററിൽ എന്താണ് ആസിഡ് എന്ന് പറയുന്നത്? ആസിഡ്സ് ആർ സോർ ടേസ്റ്റ് ഉള്ളവരാണ്. ടേൺസ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. റിലീസസ് H+ അയോൺസ് അറിയാലോ അല്ലേ? ആസിഡ്സ് എന്താണ്?
സോർ ടു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കുന്നു? ബ്ലൂ ടു റെഡ് അല്ലേ? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. അതുപോലെ തന്നെ റിലീസസ് H+ അയോൺസ് അല്ലേ? H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നു. pH സ്കെയിലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ആസിഡ്സ് <7 വാല്യൂ ആണ് കാണിക്കുന്നത്. ആസിഡ്സ് ഷോ എ വാല്യൂ <7 അല്ലേ? <7 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് pH ആ സ്കെയിലിൽ ആസിഡ്സ് കാണിക്കുന്നത് അല്ലേ? 7ൽ താഴെ ഒരു വാല്യൂ ആണ് ആസിഡ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ബേസസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബേസസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബേസസ് B ആണ്, ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ് അല്ലേ? ബേസസിന്റെ ടേസ്റ്റ് എന്താണ്? ബിറ്റർ ആണ്. ഇനി അടുത്തത് ബേസിനെ പറ്റി എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കണു അല്ലേ? ടേൺസ് ടു ബ്ലൂ. അപ്പൊ ബി എന്ന് ഓർത്താൽ മതി അല്ലേ? ബേസസ് ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു, ടേൺ ടു ബ്ലൂ. അത് ഓർത്താൽ മതി. ബ്ലൂ ആക്കുന്നു, ബേസസ് ബ്ലൂ ആക്കുന്നു. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പൊ ബ്ലൂ ആയി. ഇനി എന്താണ് അടുത്തത്? എന്താണ്? റിലീസസ് OH- അയോൺസ്. ബേസസ് എന്താണ് റിലീസ് ചെയ്യുന്നത്? OH- അയോൺസ് ആണ് സൊല്യൂഷൻസിൽ റിലീസ് ചെയ്യുന്നത് അല്ലേ? അടുത്തത് pH എങ്ങനെയാണ്? ബേസസിന്റെ pH എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോർ ദാൻ 7 ആണ് അല്ലേ? മോർ ദാൻ 7 ആണ്. 7 to 14 ഇടയ്ക്കാണ് ബേസസിന്റെ pH വരുന്നത്. ലെസ് ദാൻ 7 ആണ് ആസിഡ്സിന്റെ pH വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ബേസിന്റെ pH എന്ന് പറയുന്നത് മോർ ദാൻ 7 ആണ്. അപ്പം 7 pH വരുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? 7 pH വരുന്നവരെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത് അല്ലേ? ന്യൂട്രൽ എന്ന് പറയുന്നത് 7 pH വരുന്നവരെയാണ്. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഓർക്കണം? ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ സബ്സ്റ്റൻസസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ആസിഡ്സ് ഓർ ബേസസ് അല്ലെ? ആസിഡ് ആണ് തന്നിരിക്കുന്നത്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്ന ആ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. കളർ ചേഞ്ചിലൂടെ നമുക്ക് ഇൻഡിക്കേഷൻ തരാറുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കളർ ചേഞ്ചിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്മെല്ല്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇൻഡിക്കേഷൻസ് കാണിക്കാറുണ്ട്. കളറിൽ സ്മെല്ലിലൊക്കെയാണ് അല്ലേ? അപ്പം സ്മെല്ലിലൂടെ ഇൻഡിക്കേഷൻസ്, അതായത് തന്നിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ത്രൂ സ്മെൽ, അതായത് ആസിഡിൽ ഒരു സ്മെല്ല്, ബേസിൽ വേറൊരു സ്മെല്ല്, അങ്ങനെ സ്മെല്ലിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ എന്താ പറയുക? അവരെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് വാനില അല്ലേ? വാനില ഓൾഫാക്ടറി ഇൻഡിക്കേറ്ററിന് എക്സാമ്പിളാണ്. അടുത്ത നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? ന്യൂട്രലൈസേഷൻ എന്താണെന്ന് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്താ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞു pH സ്കെയിലിൽ 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്? ആസിഡ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്? ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ആൽക്കലി ഓർ ബേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് അല്ലേ? റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് ആൻ ആൽക്കലി അല്ലേ? ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? അതിൻ്റെ ആസിഡ് സ്വഭാവവും അല്ലെങ്കിൽ ബേസിക് സ്വഭാവവും അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവവും മാറിയിട്ട് എന്താകുന്നു? സോൾട്ടും വാട്ടറുമായിട്ട് മാറുന്നു. അതായത് ആസിഡിൻ്റെ സ്വഭാവം കാണിക്കണില്ല, ബേസിൻ്റെ സ്വഭാവം കാണിക്കണില്ല. അങ്ങനെ സോൾട്ടും വാട്ടറുമായിട്ട് മാറുന്ന സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ അത് നമ്മളവിടെ പഠിക്കേണ്ടതാണ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. ഓക്കെ, അടുത്തത് ആസിഡ്സ് റിയാക്ട് വിത്ത്. ഇനി ആസിഡ്സിൻ്റെ റിയാക്ഷൻസ് നമുക്ക് ആ ചാപ്റ്ററിൽ ഒന്ന് ഓർത്ത് പോകാം. ആസിഡ്സ് മെറ്റൽ കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ തരുന്നത്? ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം എന്താണ്? സോൾട്ട് ആൻഡ് റിലീസസ് ഹൈഡ്രജൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ടും ഹൈഡ്രജനുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റൽസുമായിട്ട് ആസിഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കതൊന്നും കൂടി പറയാം. ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഫോമിങ് എന്താണ്? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേ സമയത്ത് ആസിഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റൽ കാർബണേറ്റ്സുമായിട്ടാണ് ആസിഡ്സ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുകളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ബൈകാർബണേറ്റ്സ്. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് നമ്മൾ എന്ത് വിളിക്കും? ബൈകാർബണേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മെറ്റൽ കാർബണേറ്റ് ആയിട്ടോ
ബൈകാർബണേറ്റുകളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോൾട്ട് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? സോൾട്ട് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സ് മെറ്റൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. pH സ്കെയിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്താ pH സ്കെയിൽ? ആസിഡ് ബേസിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നതാണ് ബൈ കളർ ചേഞ്ചിലൂടെ. അതാണ് നമ്മൾ pH സ്കെയിൽ എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ കെമിക്കൽ നെയിം ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് എന്തിൻ്റെയൊക്കെ കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്? സോൾട്ട് യൂസ്ഡ് ടു റിമൂവ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വാട്ടറിന് രണ്ട് തരം ഹാർഡ്നെസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും. അതിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ സോൾട്ട് എന്താണ്? എൻ്റെ ആൻസർ എന്താ? സോഡിയം കാർബണേറ്റ് ആണ് ആൻസർ അല്ലേ? സോഡിയം കാർബണേറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി Na2CO3 10H2 ആണ് അതിൻ്റെ ഫോർമുല അല്ലേ? കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Na2CO3 10H2 ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ പഠിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ അല്ലേ? ബ്ലീച്ചിങ് പൗഡർ എന്താണെന്ന് അവിടെ പഠിക്കാനുണ്ട്. എന്താ ബ്ലീച്ചിങ് പൗഡർ? CaOCl2 ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കട്ട് ലൈം. ക്ലോറിൻ ഡ്രൈ സ്ലേക്കട്ട് ലൈമിൽ അല്ലേ ആക്ട് ചെയ്യുമ്പോൾ, അതായത് CaCl2 പ്ലസ് CaOH2 ക്ലോറിൻ പ്ലസ് ഡ്രൈ സ്ലേക്കട്ട് ലൈം, അതായത് CaOH2 എന്ത് കിട്ടുന്നു? CaOCl2 അല്ലേ? CaOCl2 പ്ലസ് വാട്ടർ ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. CaOCl2 ആണ്. അതും അവിടെ പഠിക്കേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ബ്ലീച്ചിങ് പൗഡറിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് അല്ലേ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ പേരിൽ തന്നെയുണ്ട് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ്. ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എവിടെയാണ്? ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഡ്രിങ്കിങ് വാട്ടറിനെയൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് അവിടെയൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. പരീക്ഷയ്ക്ക് ഈ കോമ്പൗണ്ട്സും അതിൻ്റെ യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നമ്മളൊന്ന് നോക്കിയിട്ട് പോകണം. അടുത്തത് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? NaHCO3 ആണ് അല്ലേ? NaHCO3നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ബേക്കിംഗ് പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് വാഷിംഗ് സോഡയാണ്. വാഷിംഗ് സോഡയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇവിടെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് അല്ലേ? വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ചേർക്കുന്നത് വാഷിംഗ് സോഡ അഥവാ സോഡിയം കാർബണേറ്റ്, അതായത് Na2CO3 10H2 ആണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്സിൽ പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് എന്താ? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും അല്ലേ? എന്താണ് ജിപ്സം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ പറയുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ ജിപ്സത്തിന് CaSO4, ജിപ്സം എന്താണ്? CaSO4 2H2 ആണ് ജിപ്സം അല്ലേ? CaSO4 2H2 ആണ്. കാൽഷ്യം സൾഫേറ്റിൻ്റെ 2H2O ഫോം, അത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളതിനെയാണ് നമ്മൾ ജിപ്സം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 373 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നഷ്ടപ്പെട്ടിട്ട് അല്ലേ നമുക്ക് എന്ത് കിട്ടും? ഒരു സെമി ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹെമി ഹൈഡ്രേറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന ഒരു പദാർത്ഥമാണ് കിട്ടുന്നത്, കോമ്പൗണ്ടാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ജിപ്സത്തിനെ നമ്മൾ ഒരു 373 കെൽവിനിലൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സെമി ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹെമി ഹൈഡ്രേറ്റ് രണ്ട് തരത്തിലും പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? CaSO4 H2O അല്ലേ? ഇതിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്, ജിപ്സം എന്താണ്, അതെല്ലാം നമ്മൾ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A gas is liberated immediately with a brisk effervescence when you add acetic acid to sodium hydrogen carbonate powder in a test tube. Name the gas and describe the
ടെസ്റ്റ് ദാറ്റ് കൺഫേംസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഗ്യാസ്. ഈ മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് വരാവുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കൂ. നമ്മളിപ്പം ആസിഡ്സ് ബേസസ് സോൾട്ട് ഒന്ന് വേഗത്തിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഇമ്മീഡിയറ്റ്ലി വിത്ത് ബ്രിസ്ക് എഫർവെസൻസ് വെൻ യു ആഡ് അസറ്റിക് ആസിഡ് ടു സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ആസിറ്റിക് ആസിഡിലേക്ക് അതിന് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ, ഇപ്പോൾ ആസിഡും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ അതിൻ്റെ ബൈകാർബണേറ്റ്, അത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ. നെയിം ദ ഗ്യാസ് ആൻഡ് ഡിസ്ക്രൈബ് ദ ടെസ്റ്റ് ദാറ്റ് കൺഫേംസ് ദ ഐഡൻറ്റിഫൈങ് ഓഫ് ദ ഗ്യാസ് അല്ലേ. ആ ഗ്യാസിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഏതാണ്? ബ്രിസ്ക് എഫർവെസൻസ് എന്ന വാക്കുണ്ട് അല്ലേ. ബ്രിസ്ക് എഫർവെസൻസ് ആരുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്? നമുക്കറിയാം അല്ലേ, നമ്മൾ സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന സാധനം തന്നെയാണ് ഈ ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ, അതൊക്കെ തുറക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. അതിനെയാണ് നമ്മൾ ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറയുന്നത്. എന്താ? അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അല്ലേ. ഇനി ഈ ഗ്യാസ് തന്നെയാണോ വന്നതെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു നല്ല ടെസ്റ്റ്. എപ്പോഴും ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ ടെസ്റ്റാണ്. ദ ടെസ്റ്റ് ദാറ്റ് കൺഫേംസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഗ്യാസ് ഈസ് ഇസ് ടെസ്റ്റ് വിത്ത് ലൈം വാട്ടർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസിനെ ക്ലിയർ ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ, CaOH ട്വൈസിലൂടെ കടത്തിവിട്ടാൽ എന്തുണ്ടാകുന്നു? ഏതോ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഗ്യാസിനെ ലൈം വാട്ടറിലൂടെ കടത്തിവിടുമ്പോൾ എന്തുണ്ടാകുന്നു? CaCO3 എന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ടേൺസ് മിൽക്കി എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. ക്ലിയർ ലൈം വാട്ടർ എന്ന് പറയുന്നത് തെളിഞ്ഞ വെള്ളമാണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെങ്കിൽ അത് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ടേൺസ് ഒരു മിൽക്കി ആവും, പാൽ നിറം പോലെ വരും. ദിസ് ഷോസ് ദാറ്റ് ദ ഇവോൾവ്ഡ് ഗ്യാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അല്ലേ. ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്ന് ഈ ടെസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ CaCO3+H2O. ഇനി ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ഗ്യാസ് എ ഇൻ ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഗ്യാസ് എ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ എടുത്തേക്കണേ എന്ന് നമ്മളൊന്ന് നോക്കണം. എന്തൊക്കെയാണ്? സിങ്ക് ഗ്രാന്യൂൾസ് എടുത്തിട്ടുണ്ട്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് അതാണ്. ഓക്കെ, സിങ്ക് പ്ലസ് ഡയലൂട്ട് H2SO4, സിങ്ക് പ്ലസ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? സിങ്ക് പ്ലസ് ഡയലൂട്ട് H2SO4 കൂടി ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് നോക്കുക. സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ബേൺസ് വിത്ത് ഉണ്ടായ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ബ്രിസ്ക് എഫർവെസൻസ് കേട്ടാൽ അത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. അതുപോലെ പോപ്പ് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ അതെന്താണ്? പോപ്പ് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്? A നൈട്രജൻ, B ഹൈഡ്രജൻ, C ഓക്സിജൻ, D കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ പോപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേണിംഗ് ഓഫ് ഗ്യാസ് എ വിത്ത് എ പോപ്പ് സൗണ്ട്. അപ്പോൾ എ എന്ന ഗ്യാസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് പോപ്പ് സൗണ്ടോടുകൂടി ബേൺ ചെയ്യുന്നത്. ബ്രിസ്ക് എഫർവെസൻസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ട്യൂഷനുമായിട്ടാണ് CCPLUS ട്യൂഷൻ ആപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ സിലബസ് ബേസ്ഡ് ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, മെൻറ്റേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പഠനം ഏറ്റവും രസകരമാക്കാനായിട്ട് ആനിമേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാമാണ് CCPLUS ട്യൂഷൻ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ്സസ് ആണ്, ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, പ്രാക്ടീസ് എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്. എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് CCPLUSലെ ട്യൂഷൻ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ CCPLUSൻ്റെ ചാനലിലൂടെ, അതായത് നമ്മുടെ ചാനലിലൂടെ നമുക്ക് എപ്പോഴും എല്ലാ അപ്ഡേറ്റ്സും വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ CCPLUS എന്ന് പറയുന്ന
ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം തരുന്നതാണ്. അപ്പോൾ എപ്പോഴും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജസൊക്കെ CCPLUSൻ്റെ ഫോളോ ചെയ്യുക. അവിടെ എല്ലാം നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ CCPLUS സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ വിൽ യു പ്രൊട്ടക്ട് യുവർസെൽഫ് ഫ്രം ദ ഹീറ്റ് ജനറേറ്റഡ് വൈൽ ഡൈല്യൂട്ടിങ് എ കോൺസെൻട്രേറ്റഡ് ആസിഡ്? ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ബൈ ആഡിങ് ആസിഡ് ടു വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്, ബൈ ആഡിങ് വാട്ടർ ടു ആസിഡ് വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്, ബൈ ആഡിങ് വാട്ടർ ടു ആസിഡ് ഫോളോഡ് ബൈ ബേസ്, ബൈ ആഡിങ് ബേസ് ടു ആസിഡ് വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതിലേതാണ് ആൻസർ? ഏതാണ് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡൈല്യൂട്ടിങ് എ കോൺസെൻട്രേറ്റഡ് ആസിഡ്, ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ആസിഡ് ഷുഡ് ബി ആഡഡ് ടു എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. അല്ലേ? ആസിഡിനെ ലാർജ് വാട്ടറിലേക്ക് കുറച്ച് ആസിഡിനെ കുറേ വെള്ളം എടുത്തിട്ട് പതുക്കെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് വേണം അതിനെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതെന്താണ്? ദിസ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് തിരിച്ച് നമ്മൾ ചെയ്താൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലേ? നമുക്ക് ബേൺസ് ഒക്കെ ഉണ്ടാക്കും. അടുത്തത് ഇതാണ്. Vinay observed that the stain of curry on a white shirt becomes reddish brown when soap is scrubbed on it, but it turns yellow again when the shirt is washed with plenty of water. What might be the reason for his observation? Soap is acidic in nature. Soap is basic in nature. Turmeric is a natural indicator which gives reddish tinge in bases. Turmeric is a natural indicator which gives reddish tinge in acids. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, സോപ്പും ടർമറിക്കുമാണ്. സോപ്പ് എന്താണ്? സോപ്പ് ബേസിക് ഇൻ നേച്ചർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വിച്ച് ഗീവ്സ് റെഡിഷ് ടിഞ്ച് ഇൻ ബേസസ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ 2 and 3 എന്ന ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഗ്രീൻ ലെയർ ഈസ് ഗ്രാജുവലി ഫോംഡ് ഓൺ എ കോപ്പർ പ്ലേറ്റ് ലെഫ്റ്റ് എക്സ്പോസ്ഡ് എയർ ഫോർ എ വീക്ക് ഇൻ എ ബാത്റൂം. വാട്ട് കുഡ് ദിസ് ഗ്രീൻ സബ്സ്റ്റൻസ് ബി? എന്തായിരിക്കും ആ ഗ്രീൻ സബ്സ്റ്റൻസ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് മെറ്റൽസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ ഈ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റൽസ് ഏതൊക്കെയാണ്? റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Fe, Zn, Na, Cu, Ag ആണ്. നമുക്കറിയാം Na ആണ് ഇതിൽ ഏറ്റവും റിയാക്റ്റീവ്. Na കഴിഞ്ഞാൽ Zn ആണ്, അത് കഴിഞ്ഞാൽ Fe ആണ്, അത് കഴിഞ്ഞാൽ Cu, അത് കഴിഞ്ഞാൽ Ag. അല്ലേ? റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മോർ റിയാക്റ്റീവ് മെറ്റൽസ് ആദ്യം വരുന്നു, ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് താഴത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ CCPLUSൻ്റെ ഫാക്കൾട്ടി ടീമാണിത്. ഇപ്പോൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് CCPLUSലെ, അതായത് CCPLUS ട്യൂഷൻ ആപ്പിലെ ഓരോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും CCPLUS എന്ന ട്യൂഷൻ ആപ്പ് അല്ലെങ്കിൽ ആ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനം നൽകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ലൈവിൻ്റെ ബാക്കിയുമായിട്ട് ലിറ്റി മിസ്, അതായത് ബയോളജി അതുപോലെ തന്നെ ഫിസിക്സുമായിട്ട് ലിറ്റി മിസ് വരും. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, ആരും പോവരുത്.
Hi all, welcome back to CCPLUS. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ബയോളജി ആണ്. നമ്മൾ ഇത്രയും നേരം കെമിസ്ട്രി കണ്ടു. ഇനി ബയോളജിയിൽ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ലൈഫ് പ്രോസസ് എന്താണെന്ന് നോക്കാം അല്ലേ. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ എക്സാമിന് വരുന്ന MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ പാറ്റേൺ. ആ മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലോറോഫിൽ ഇൻ ഫോട്ടോസിന്തസിസ് ഇസ് യൂസ്ഡ് ഫോർ, അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. അബ്സോർബിംഗ് ലൈറ്റ്, ബ്രേക്കിംഗ് ഡൗൺ വാട്ടർ മോളിക്യൂൾ, നോ ഫംഗ്ഷൻ, റിഡക്ഷൻ ഓഫ് CO2. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ഫോട്ടോസിന്തസിസ് അല്ലേ. ക്ലോറോഫിൽ ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ വാട്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ദാറ്റ് ഈസ് അബ്സോർബിംഗ് ലൈറ്റ്, ബ്രേക്കിംഗ് ഡൗൺ വാട്ടർ മോളിക്യൂൾ, നോ ഫംഗ്ഷൻ ആൻഡ് ദ റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം കറക്റ്റ്. ദറ്റ് ഈസ് അബ്സോർബിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ദ ക്ലോറോഫിൽ ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ അബ്സോർബിംഗ് ലൈറ്റ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ് പ്രോട്ടീൻസ് ആഫ്റ്റർ ഡൈജഷൻ ആർ കൺവേർട്ടഡ് ഇൻ ടു. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, എങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, സ്മോൾ ഗ്ലോബ്യൂൾസ്, അമിനോ ആസിഡ്സ് ആൻഡ് സ്റ്റാർച്ച്. ഓക്കെ. അപ്പോൾ ഡൈജഷന് ശേഷം പ്രോട്ടീൻസ് എന്തായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൺവേർഷൻ ഏത് ഫോമിലേറ്റാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആമിനോ ആസിഡ്സ് ആണ് അല്ലേ. ആമിനോ ആസിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതായത് ആമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോട്ടീൻസ് അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. ആമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻസ് ആഫ്റ്റർ ഡൈജഷൻ ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ amino acids. Okay. Then our third question is carbohydrates in the plant are stored in the form of options glycogen, starch, glucose and maltose. ഇതിൻ്റെ ഓപ്ഷൻ സിംപ്ലി നമുക്കറിയാം സ്റ്റാർച്ച് ആണ് അല്ലേ. അതായത് കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലെ. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസിന്റെ മെയിൻ സൈറ്റ് ഏതാണ്, ഏത് പോർഷനിലാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നടക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലീഫ്, സ്റ്റെം, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഗാർഡ് സെൽസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലേ. ക്ലോറോഫില്ലാണ്. ക്ലോറോഫിലിൻ്റെ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് ഏബിൾ ആകുന്നത്. അതിന് സഹായിക്കുന്നത് chloroplast ആണ്. So the main site of photosynthesis is chloroplast. Okay. Our next question is the small pores present on leaf surface are called. ലീഫിൻ്റെ സർഫസിൽ ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട് അല്ലേ, ചെറിയ ചെറിയ സുഷിരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വാട്ട് ഈസ് ദ ടേം കോൾഡ്? സ്റ്റൊമേറ്റ, ക്ലോറോഫിൽ, ഗാർഡ് സെൽസ് ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? നമുക്ക് നോക്കാം. സ്റ്റൊമേറ്റയാണ്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, ദ സ്മോൾ പോഴ്സ് പ്രസന്റ് ഓൺ ലീഫ് സർഫസ് ആർ കോൾഡ് സ്റ്റൊമേറ്റ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഫോട്ടോസിന്തസിസ് ഈസ് എ. ഫോട്ടോസിന്തസിസിനെ നമ്മൾ എന്ത് പ്രോസസ് ആയിട്ടാണ് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. കാറ്റബോളിക് പ്രോസസ്, പാരബോളിക് പ്രോസസ്, ആംഫിബോളിക് പ്രോസസ് ആൻഡ് ഫോട്ടോകെമിക്കൽ പ്രോസസ് അല്ലേ. ഫോട്ടോസിന്തസിസ് ഈസ് എ കാറ്റബോളിക് പ്രോസസ്, പാരബോളിക് പ്രോസസ്, ആംഫിബോളിക് പ്രോസസ് ആൻഡ് ഫോട്ടോകെമിക്കൽ പ്രോസസ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ഏതിൻ്റെ പ്രസൻസിൽ മാത്രമാണ് നടക്കുകയുള്ളൂ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ഏതാണ്? ഫോട്ടോകെമിക്കൽ പ്രോസസ് ആണ് അല്ലേ. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സോ ഫോട്ടോസിന്തസിസ് ഈസ് എ ഫോട്ടോകെമിക്കൽ പ്രോസസ്. ഓക്കെ. നമുക്ക് ഓപ്ഷൻസ് ഏതാന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഫോട്ടോകെമിക്കൽ പ്രോസസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പോഴ്സ് ഈസ് എ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ. ഓക്കെ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പോഴ്സ് നമ്മൾ പറഞ്ഞു ലീഫിൻ്റെ സർഫസിൽ പോഴ്സ് കാണുന്നുണ്ട്, അതിനെ നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ആ പോഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ. ആരായിരിക്കും ആ ഫംഗ്ഷൻ ചെയ്യുന്നത്? സ്റ്റൊമേറ്റ, ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഗാർഡ് സെൽസ്. ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് നോക്കണം. സ്റ്റൊമേറ്റ, ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഗാർഡ് സെൽസ്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഗാർഡ് സെൽസ് ആണ്. ഓക്കെ. ഗാർഡ് സെൽസ് ആണ് എന്ത് ഈ പോഴ്സിന്, ലീഫിൻ്റെ സർഫസിലുള്ള ആ പോഴ്സിൻ്റെ ക്ലോഷറും ഓപ്പണിങ്ങും കൺട്രോൾ ചെയ്യുന്നത്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗാർഡ് സെൽസ് ആണ്. ഓക്കെ. ദെൻ our next question is which element is used in the synthesis of proteins?
അല്ലേ? ഇനി തരുന്ന ഓപ്ഷൻസിൽ ഏത് എലമെൻ്റ് ആണ് നമ്മൾ പ്രോട്ടീൻ്റെ സിന്തസിസിൽ യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഏതൊക്കെയാണ് എലമെന്റ്സ് തന്നിരിക്കുന്നത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രോട്ടീൻ്റെ സിന്തസിസിന് യൂസ് ചെയ്യുന്ന എലമെന്റ് ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും എന്നല്ല, only one element, that is nitrogen. So nitrogen is the one and only element that we are using in the protein synthesis. Then next question is, temporary finger-like extensions on amoeba are called. അതായത് നമ്മൾ ലൈഫ് പ്രോസസ്സിൻ്റെ ചാപ്റ്ററിൽ തുടങ്ങുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മെയിനായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, സോ ടെമ്പററി ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസ് ഇൻ അമീബ ആർ കോൾഡ്. എന്താ നമ്മൾ പറയുന്നതിനെ? സെൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട്, സെൽ വോൾ തന്നിട്ടുണ്ട്, സ്യൂഡോപോഡിയ തന്നിട്ടുണ്ട്, സീലിയ തന്നിട്ടുണ്ട്. ഏതായിരിക്കാം ഇതിൻ്റെ അകത്ത് വരുന്നത്? ഒബ്വിയസ്ലി എന്തായിരിക്കും? ടെമ്പററി ആണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്ന സി ആണ്, സ്യൂഡോപോഡിയ ആണ്. ഇനി അടുത്തത് വരുന്നതാണ് ബൈൽ ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ. ആ ഡൈജഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ബൈൽ ജ്യൂസ് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റൊമക്, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലിവർ. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്? സ്റ്റൊമക്, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലിവർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ സ്റ്റൊമക്കിൻ്റെ അല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ സ്റ്റൊമക്കിൽ എന്തെങ്കിലും സെക്രീഷൻസ് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണ്? പാൻക്രിയാസിൽ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ലിവറിലുണ്ടോ? അപ്പം നമുക്ക് 4 ആൻസേഴ്സ് അവിടെ കിട്ടി അല്ലേ? സോ ബൈൽ ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഏതാണ് വരുന്നത്? ലിവർ ആണ് അല്ലേ? സോ ലിവർ ഈസ് സെക്രീറ്റിംഗ് ദി ബൈൽ ജ്യൂസ്. ദെൻ our next question is, which of these juices is secreted by pancreas? Pancreas secrete ചെയ്യുന്ന ജ്യൂസസ് ഏതാണ്? ഓക്കെ, അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നോക്കിക്കേ. ട്രിപ്സിൻ, പെപ്സിൻ, ബൈൽ ജ്യൂസ്, ബോത്ത് 1 and 2 അതാണ് തന്നിരിക്കുന്നത് അല്ലേ? ബൈൽ ജ്യൂസ് നമ്മൾ പറഞ്ഞു ലിവർ ആണ് അല്ലേ? ബൈൽ ജ്യൂസ് നമ്മൾ പറഞ്ഞു ലിവർ ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ട്രിപ്സിനും പെപ്സിനും പറഞ്ഞു. പിന്നെയാണ് വന്നത് ബോത്ത് 1 and 2. അപ്പോൾ ട്രിപ്സിനും പെപ്സിനും, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി നമുക്കറിയാം ഏതായിരിക്കും വരുന്നത്? ബോത്ത് 1 and 2 ആണ്. കാരണം ട്രിപ്സിനും പെപ്സിനും ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എന്ന് പറയുന്നത് ട്രിപ്സിനും പെപ്സിനും ആണ്. നമുക്കതിൻ്റെ ഓപ്ഷൻ നോക്കിയേക്കാം. കറക്റ്റ് ആൻസർ ഡി ആണ്, ബോത്ത് 1 and 2. ദെൻ ലിപ്പേസ് ആക്സോൺ. ലിപ്പേസ് ആക്സോൺ അതിൻ്റെ ഓപ്ഷൻ നോക്കാം. ആമിനോ ആസിഡ്സ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ലിപ്പേസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അതൊക്കെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ലിപ്പേസ് ആക്സോൺ ഏതായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫാറ്റ്സിലാണ്. ഓക്കെ, ലിപ്പേസ് ആക്സോൺ ഫാറ്റ്സ്. Then our next question is, a respiratory pigment in human body is. Human bodyയിലെ respiratory pigment ഏതാണ്? കണ്ണടച്ച് പറയാം അല്ലേ? ഏതാണ്? ഹീമോഗ്ലോബിൻ. അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ക്ലോറോഫിൽ, വാട്ടർ, ബ്ലഡ് ആൻഡ് ഹീമോഗ്ലോബിൻ. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ്. ഇറ്റ് ഈസ് ദ റെസ്പിറേറ്ററി പിഗ്മെന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ഹ്യൂമൻ ബോഡി. Then blood consists of what fluid medium? ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മീഡിയം ഏതാണ്? ഏതായിരിക്കും? അതായത് ലിംഫ്, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ആൻഡ് ഓൾ ഓഫ് ദിസ്. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ലിംഫ്, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ആൻഡ് ഓൾ ഓഫ് ദിസ്. ലിംഫ് എന്താണ്? ബ്ലഡിൽ ലിംഫ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പ്ലേറ്റ്ലെറ്റ്സ് എവിടെയാണ്? പ്ലാസ്മ എന്താണ്? ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ദാറ്റ് ഈസ് ഓൾ ഓഫ് ദിസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഏതാണ്? പ്ലാസ്മയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി പ്ലാസ്മ. Our next question is, one-celled thick vessels are called. എന്തായിരിക്കും അതിനെ പറയുന്ന പേര്? one-celled thick vessels are called. നമുക്ക് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ? ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഈ 3 ഡിഫറൻസിയേഷൻ ആണ് നമ്മുടെ ബ്ലഡ് വെസലിനുള്ളത്. അപ്പോൾ one-celled thick വെസൽസിന് നമ്മൾ പറയുന്ന പേര് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ആൻസർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് കാപ്പിലറീസ് ആണ്. ദാറ്റ് ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് ആൻഡ് പൾമനറി ആർട്ടറി. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ആർട്ടറി, വെയിൻസ്, കാപ്പിലറീസ് ഇതിൻ്റെയൊക്കെ ഒരു 1 വേർഡ് ഡെഫിനിഷൻ ഉണ്ട്. അതായത് സിമ്പിളായിട്ട് ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എക്സാമിന് മാറി മറിഞ്ഞു വരാം അല്ലേ? ചിലപ്പോൾ ആർട്ടറി ആയിട്ട് വരാം, വെയിൻസ് ആയിട്ട് വരാം, ദെൻ പൾമനറി ആർട്ടറി ആയിട്ട് വരാം. പൾമനറി ആർട്ടറി പക്ഷേ ഹാർട്ടിൻ്റെ സർക്കുലേഷനിലും മാത്രമാണ് വരുള്ളൂ. അതുകൊണ്ട് പൾമനറി ആർട്ടറി ഒരിക്കലും ആവില്ല അല്ലേ?
ആർട്ടറീസ് ആകാം, വെയിൻസ് ആകാം, കാപ്പിലറീസ് ആകാം. സോ ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ് ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കുക. ഇത് മൂന്നും തമ്മിൽ കൺഫ്യൂഷൻ ആകാതിരിക്കുക. ഓക്കെ, സോ വൺ സെൽ തിക് വെസൽസ് ആർ കോൾഡ് കാപ്പിലറീസ്. Digestion of food starts from which organ of the human digestive system? ഏത് ഓർഗനിൽ നിന്നാണ് നമ്മുടെ ഡൈജഷൻ, അതായത് ഹ്യൂമൻ ബീയിങ്സിൽ ഏത് ഓർഗനിൽ നിന്നാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മൗത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സലൈവ, ഈസോഫാഗസ് ദാറ്റ് മൂവ്സ് ദ ഫുഡ് ഇൻ ദ ഗട്ട് that releases juices for fat breakdown which helps in mixing food with digestive juices. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? ഇതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? കീർത്തന ഇവിടെ എല്ലാ ആൻസേഴ്സും ഇടുന്നുണ്ട്. സോ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ, ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്? ദ ഡൈജഷൻ ഓഫ് ഫുഡ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വിച്ച് ഓർഗൻ ഓഫ് ദി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ? ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കറിയാം ഒബ്വിയസ്ലി ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് മൗത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സലൈവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ നമുക്ക് നോക്കാം. വിച്ച് ഓപ്ഷൻ കറക്റ്റ്ലി ഷോസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ടു ദ സെൽ? അതായത് സെല്ലിലേക്ക് ഓക്സിജൻ പോകുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ പാത്വേ എങ്ങനെയാണെന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ലങ്സ്, പൾമനറി വെയിൻ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട ആൻഡ് ബോഡി സെൽസ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ സെൽസിലേക്ക് എത്തണം എങ്ങനെയാണ്? അത് നമ്മുടെ ഹാർട്ട് വയാണ് അല്ലേ? വയ ഹാർട്ട് ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? എന്നാൽ മാത്രമേ ഓക്സിജൻ സെൽസിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഓക്സിജൻ സെൽസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ആ സർക്കുലേഷൻ നമുക്കറിയാം സിസ്റ്റമിക്കും പൾമനറിയും ഉണ്ട്. സിസ്റ്റമിക്കും പൾമനറിയിലും എങ്ങനെയാണ് ഓക്സിജൻ സെല്ലിലെത്തുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് സെല്ലിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം. അടുത്താണ് ലങ്സ്, പൾമനറി വെയിൻ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, അയോട്ട, ബോഡി സെൽസ്. അതിൻ്റെ കറക്റ്റ് സിസ്റ്റമിക്ക് വരുന്നത് എവിടെയാണ്, പൾമനറി വരുന്നത് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ, lungs, pulmonary artery, left atrium, left ventricle, vena cava and body cells. Lungs, pulmonary artery, right atrium, right ventricle, vena cava and body cells. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഈസ് ലങ്സ്. ലങ്സിൽ നിന്ന് പൾമനറി വെയിൻ എടുക്കുന്നു, പൾമനറി വെയിനിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ചെല്ലണം അല്ലേ? നമുക്കറിയാം പൾമനറി വെയിനിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് 4 വെയിൻസ് ആണ്. ഓരോ ലങ്ങിൽ നിന്നും 2 വെയിൻസ് വീതം 4 പൾമനറി വെയിൻസ് വഴിയാണ് ലെഫ്റ്റ് ഏട്രിയത്തിൽ ചെല്ലുന്നത് അല്ലേ? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അതെങ്ങോട്ട് പോവാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാൽവ്സും ഓർത്തിരിക്കുക. ട്രൈകസ്പിഡ് ഉണ്ട്, നമുക്ക് ബൈകസ്പിഡ് ഉണ്ട്, ദെൻ സെമി ലൂണാർ വാൽവ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പേരുകളും നമ്മൾ ഓർത്തിരിക്കാം. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട കളക്ട് ചെയ്യാണ്. അയോട്ടയിൽ നിന്നാണ് ബോഡി സെൽസിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ അയോട്ടയിൽ നിന്നാണ് ബോഡി സെൽസിലേക്ക് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ എന്തുണ്ടാവും? എങ്ങോട്ടേക്കാണോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നത് ആ ചേംബറിൻ്റെ വാൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തിക്കർ ആയിരിക്കും അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലങ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How is food transported from phloem to the tissues according to plants' needs? Okay. എങ്ങനെയാണ് ഒരു പ്ലാന്റിൻ്റെ നീഡ് അനുസരിച്ച്, അതായത് ഒരു പ്ലാന്റിന് ആ ഫുഡ് നെസസറി ആണ്, ഈ ടൈമിൽ അതിന് ഫുഡ് ആവശ്യമാണ്, ആ ഒരു ആവശ്യകത അറിഞ്ഞിട്ട് എപ്പോഴാണ് ഹൗ ഇസ് ഫുഡ്, എങ്ങനെയാണ് ഫുഡ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ഫ്ലോയം, ഫ്ലോയത്തിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? നമുക്ക് നോക്കാം. Food is transported along with the water in the plant's body. Food is transported in only one direction, like water in the plant body through xylem. Food is transported from a region with a low concentration to higher concentration, and food is transported from a region where it is produced to the other parts of the plant. നമുക്കറിയാവുന്നതാണ്, ലാസ്റ്റ് പോർഷൻ ആണ് ആ ചാപ്റ്ററിൽ എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് അല്ലേ? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സിൽ നമുക്ക് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? സൈലം എന്താണ് കൊണ്ടുപോകുന്നത്, ഫ്ലോയം എന്താണ് കൊണ്ടുപോകുന്നത്? ഓക്കെ, ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം എ റീജിയൻ വെയർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ബോഡി പാർട്സ് ഇൻ ദ ഹ്യൂമൻ എലിമെന്ററി കനാൽ? ഹ്യൂമൻ എലിമെന്ററി കനാലിലെ കറക്റ്റ് ബോഡി പാർട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മൗത്ത്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഈസോഫാഗസ്. മൗത്ത്, സ്റ്റൊമക്, മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. മൗത്ത്, സ്റ്റൊമക്, ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇത് മൊത്തം കൺഫ്യൂസിംഗ് ആണ് അല്ലേ? അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. മൗത്ത് ടു ഈസോഫാഗസ്, ഈസോഫാഗസ് ടു സ്റ്റൊമക്, സ്റ്റൊമക് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള പിക്ചേഴ്സ് തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും കറക്റ്റഡ് പോർഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരയ്ക്കാനായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ പിക്ചറിൻ്റെ കാര്യത്തിലും നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഹാർട്ടിൻ്റെ ചേംബറെങ്കിലും 4 ചേമ്പേഴ്സ് എങ്കിലും വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഇമേജ് ഷോസ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻസ്. ഓക്കെ, ദെൻ what is the importance of the labeled part in the excretory system? ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ഒരു പോർഷനാണ് നമുക്ക് ലേബിൾഡ് പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു പോർഷൻ അല്ലേ? ഇപ്പോൾ ഞാനൊന്ന് റെഡിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു പോർഷനാണ് എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഒരു പോർഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ്റെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലേബിൾഡ് പാർട്ട് ഇൻ ദ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തായിരിക്കും? ഇറ്റ് പ്രൊഡ്യൂസസ് യൂറിൻ, ഇറ്റ് ഫിൽട്ടേഴ്സ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്, ഇറ്റ് സ്റ്റോർസ് ദ യൂറിൻ ടു യൂറിനേഷൻ, ഇറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി ടു ദി ഔട്ട്സൈഡ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റോർസ് ദ യൂറിൻ ടു യൂറിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു. ദാറ്റ് ഈസ് ലൈറ്റ് ആണ്. നമ്മൾ ഫിസിക്സിലെ 2 ചാപ്റ്ററാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ ബയോളജിയും ഫിസിക്സും ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സിലെ ലൈറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് പറയുന്നത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ മിറർ അല്ലേ? ഇതിൻ്റെ അകത്ത് ഞാൻ ആൻസേഴ്സ് ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ട്, കാരണം സിമ്പിളാണ്. ഇത് ക്ലിയർലി അങ്ങനെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഓക്കെ, at infinity, 0, negative and none of this. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? അറ്റ് ഇൻഫിനിറ്റി ആണ്. കാരണം എന്താണ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എന്തുകൊണ്ടാണ് അറ്റ് ഇൻഫിനിറ്റി വരുന്നത് അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണ്. അടുത്തത് നോക്കാം. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. റിയൽ ആൻഡ് ഡിറക്റ്റ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, വെർച്വൽ ആൻഡ് ഡിറക്റ്റ്, വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്, വെർച്വൽ ആൻഡ് ഡിറക്റ്റ്. അപ്പോൾ കറക്റ്റ് ഏതാണ്? പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ വഴി ഉണ്ടാകുന്ന ഇമേജസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അടുത്തതാണ് പറയുന്നത് എ കോൺകേവ് മിറർ ഗീവ്സ്. ഓക്കെ, കോൺകേവ്. അപ്പോൾ നമുക്ക് കോൺകേവും കോൺവെക്സും ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് എ കോൺകേവ് മിറർ ഗീവ്സ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ഇമേജ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഏതൊക്കെ പൊസിഷനിലാണ്? അറ്റ് എഫ്, അറ്റ് ഇൻഫിനിറ്റി, അറ്റ് സി, ബിയോണ്ട് സി അല്ലേ? എഫ് എന്താണ്, സി എന്താണ് എന്നൊക്കെ അറിയാം. സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. പ്രിൻസിപ്പൽ ഉണ്ട് അല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട് അവിടെ നമുക്ക്. ദെൻ അവിടെ അപ്പേർച്ചർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക്. ദെൻ അറ്റ് എഫ് വരുന്നുണ്ട്, അറ്റ് ഇൻഫിനിറ്റി വരുന്നുണ്ട്, അറ്റ് സി വരുന്നുണ്ട്, ബിയോണ്ട് സി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ. അറ്റ് സി ആണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, ദെൻ a concave mirror gives virtual, refract and enlarged image of the object, but image of the smaller size than the size of the object is. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ദാറ്റ് ഈസ് എ കോൺകേവ് മിറർ ഗീവ്സ് വെർച്വൽ അല്ലേ? ആ ഇമേജിൻ്റെ പ്രത്യേകതകളാണ് തരുന്നത്. വെർച്വൽ ആണ്, അത് റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ, വെർച്വൽ ആണ്, റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്, എൻലാർജ്ഡ് ഇമേജ് ആണ്. പക്ഷേ ഇമേജ് ഫോം ചെയ്യുന്നത് ഒബ്ജക്റ്റിനേക്കാളും സ്മോളർ സൈസ് ആണ്. ഓക്കെ, ഇമേജ് ഫോം ചെയ്യുന്നത് ഒബ്ജക്റ്റിനേക്കാളും സ്മോളർ സൈസ് ആണ്. സ്മോളർ സൈസ് ആണ്, ഒബ്ജക്റ്റിനേക്കാളും സ്മോളർ സൈസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എവിടെയായിരിക്കും?
അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളത് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻഫിനിറ്റിയിലാണോ, ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണോ, ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണോ, അതോ അറ്റ് ഇ? നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ് അല്ലേ. പി ആൻഡ് എഫ് ആണ്. ഫോക്കസും വരുന്നുണ്ട്, പ്രിൻസിപ്പൽ ലൈനിലും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ് ഇത് വരുന്നത്, ഈ അതായത് നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വരുന്നത് അല്ലേ. സോ എ കോൺകേവ് മിറർ ഗീവ്സ് വെർച്വൽ റിഫ്രാക്ട് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ബട്ട് ഇമേജ് ഓഫ് സ്മോളർ സൈസ് ദാൻ ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In optics, an object which has higher refractive index is called. അതായത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത് നോക്കാം. ഒപ്റ്റിക്കലി റെയറർ, ഒപ്റ്റിക്കലി ഡെൻസർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിൻ്റെ ആൻസറാണ് ഒപ്റ്റിക്കലി ഡെൻസർ. ഓക്കെ, അതായത് ഇൻ ഒപ്റ്റിക്സ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് റിഫ്രാക്ഷൻ എന്താണ്, റിഫ്ലക്ഷൻ എന്താണ്. ഈ രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസസ് അറിഞ്ഞിരിക്കണം. ദെൻ പിന്നെ നമ്മൾ അറിയേണ്ടതാണ് സ്നെൽസ് ലോ എന്താണ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ദെൻ നമ്മൾ അറിയേണ്ടതാണ് നോർമൽ റേ എന്താണ്, ഇൻസിഡൻറ്റ് റേ എന്താണ്. ദെൻ ലെൻസിൻ്റെ കേസസിലാണെങ്കിൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളിലാണെങ്കിൽ എങ്ങനെയാണ്, എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്, ഇൻഫിനിറ്റി എവിടെയാണ്, പി എന്താണ്, എഫ് എന്താണ്, സി എന്താണ്. ഓക്കെ, then the optical phenomena that is twinkling of stars is due to twinkling of stars. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ഷൻ, ടോട്ടൽ റിഫ്ലക്ഷൻ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ റിഫ്രാക്ഷൻ. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഏതാണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ഓർത്തിരിക്കുക, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിൻ്റെ ബിഹൈൻഡിലെ ഇറ്റ് ഈസ് ഓൾവേസ് ഡ്യൂ ടു ദ ഫിനോമിനോൺ ഓഫ് എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ദെൻ convex lens focus a real point sized image at focus, then the object is placed at. അതായത് ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് കോൺവെക്സ് ലെൻസ് ആകുമ്പോഴും കോൺകേവ് ലെൻസ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ വ്യത്യാസം അറിഞ്ഞിരിക്കണം അല്ലേ. കോൺവെക്സ് ലെൻസ് ആകുമ്പോഴും കോൺകേവ് ലെൻസ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് അത് വരയ്ക്കണമെന്നും കൊണ്ട് ഉള്ള കാര്യം ഓർത്തിരിക്കണം. തിരിഞ്ഞു പോകരുത്. ഓക്കെ, തിരിഞ്ഞ് പോകരുത്. കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. കോൺകേവ് എവിടെയാണ് വരുന്നത്? കോൺവെക്സ് ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഫോക്കസ് എ റിയൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് അറ്റ് ഫോക്കസ്, ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f, അറ്റ് ഇൻഫിനിറ്റി അറ്റ് 2f. ഏതാ വരുന്നത്? അറ്റ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, എവിടെയാണ് വരുന്നത്? അറ്റ് ഇൻഫിനിറ്റി ആണ്. ദെൻ യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ് ഏതാണ്? മീറ്റർ, സെൻറ്റിമീറ്റർ, ഡയോപ്റ്റർ ആൻഡ് m raised to -1. ആൻസർ ഏതാണ് വരുന്നത്? ഡയോപ്റ്റർ ആണ്. ഓർത്തിരിക്കുക, ദ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ m raised to -1 എന്ന് തന്നിട്ടുണ്ട്. അത് എപ്പോഴാണ് തരുന്നത്? നമ്മൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ഉള്ള ടൈമിലാണ് നമ്മൾ m raised to -1 കാണുന്നത് അല്ലേ. മീറ്റർ, സെൻറ്റിമീറ്റർ നമുക്കറിയാം. പവർ ഓഫ് ലെൻസ് ഡയമീറ്റർ ആണ് വരുന്നത്, ഡയോപ്റ്റർ ആണ് വരുന്നത്. ദെൻ m raised to -1 എന്ന് പറയുന്നത് എവിടെയാണ്? ഡയമെൻഷൻസ് കാണുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. മാസ്, kg, ദെൻ ലെങ്ത്, വെലോസിറ്റി, അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുമ്പോൾ വരുന്നതാണ് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഇസ് 20 cm ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഈസ്, അതായത് 20 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 40 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അതിൻ്റെ ആൻസർ എന്താണ്? 10 cm ആണ് വരുന്നത് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ് അല്ലേ. 6 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഈസ് r ഈസ് ഈക്വൽ ടു 20 cm തന്നിട്ടുണ്ട് അല്ലേ. 20 cm. ദെൻ ദ ഫോക്കൽ ലെങ്ത് ഈസ് എഫ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് r/2 കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 cm. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഫോക്കൽ ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എഫ് ഇസ് ഈക്വൽ ടു r/2 അല്ലേ.
A light ray enters from a medium A to medium B as shown in figure. നമ്മൾ ഫിഗർ കാണിക്കുകയാണ്. The refractive index of medium relative to A. കണ്ടോ? ഇങ്ങനെയുള്ള പിക്ചർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് നമുക്കൊരു മീഡിയം എയും കാണിച്ചിട്ടുണ്ട്, മീഡിയം ബിയും കാണിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, the refractive index of medium relative to A. A അതായത് ബിയുടെ relative to A. Relative to medium A, relative to medium A, അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബി റിലേറ്റീവ് ടു എ. മീഡിയം ബിയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബട്ട് റിലേറ്റീവ് ടു എ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ലെസ് ദാൻ യൂണിറ്റി, ഈക്വൽ ടു യൂണിറ്റി ഓർ സീറോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? മീഡിയം ബിയിൽ ലൈറ്റ് റേ എപ്പോഴും ബെൻസ് എവേ ഫ്രം ദ നോർമൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്ന് പറയുന്ന രണ്ട് ടേം ക്ലിയർ ആവുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ എപ്പോഴാണ്, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ എപ്പോഴാണ്. ആ ഡയറക്ഷനും ആരോ വരുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മീഡിയം ബിയിൽ ദ ലൈറ്റ് റേ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മീഡിയം ബി ഈസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ മീഡിയം എ. റെയറർ മീഡിയം ഏതാണ്, ഡെൻസർ മീഡിയം ഏതാണ്? Hence, speed of light in medium B is more than that in medium A. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് എ അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എ റിലേറ്റഡ് ടു ബി ആണ് നമ്മൾ നോക്കണേ. അപ്പോൾ വി എ ബൈ വി ബി നമുക്ക് കിട്ടും. വി ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി എ ആണ്. ഏതാണ് ഡെൻസർ, ഏതാണ് റെയർ, അതിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബി ബൈ വി എ വന്നു. That is equal to, it is less than 1. Okay, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ലെസ് ദാൻ 1 ആണ് വരുന്നത്. The angle of incidence for a ray of light having zero reflection angle is 0, 30 degree, 45 degree and 90 degree. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? സിമ്പിൾ ആണ്. For reflecting surface, angle I is equal to angle R ആണ് വരുന്നത്. ഓക്കെ, ആൻസർ എ ആണ്, 0 ആണ് വരുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ എ റേ ഓഫ് ലൈറ്റ് ഹാവിങ് സീറോ റിഫ്ലക്ഷൻ ആംഗിൾ. സീറോ റിഫ്ലക്ഷൻ ആംഗിൾ ആകുമ്പോൾ അവിടെയും എന്താകും? 0 ആകും. അടുത്ത് നോക്കാം. Which of the following mirror is used by a dentist to examine a small cavity? ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്? കോൺകേവ് മിറർ ആണ്. ഇറ്റ് ഫോംസ് ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് വെൻ ഹോൾ ക്ലോസ് ടു ദി ക്യാവിറ്റി. അപ്പം ഡെന്റിസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് മിറർ ആണ്? കോൺകേവ് മിറർ ആണ്. ഇതേപോലെ തന്നെ കോൺവെക്സ് മിററിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കണം. A concave mirror of focal length 20 cm forms an image having twice the size of the object for the virtual positions of the object. Then the position of the object will be. ഏതായിരിക്കും ഇതിൻ്റെ അത് ആൻസർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്? അതായത് ഫോർ വെർച്വൽ ഇമേജിന്, ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലായി നമുക്ക് നോക്കാം. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 20 cm, ഫോക്കൽ ലെങ്ത് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോംസ് ആൻ ഇമേജ് ട്വൈസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനേക്കാളും ഇരട്ടി സൈസിലാണ് അവിടെ ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫോർ ദ വെർച്വൽ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ വെർച്വൽ പൊസിഷൻ, അതായത് നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? അതായത് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി അറ്റ്, അതായത് എവിടെ നമ്മൾ ആ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടും. ഓക്കെ, എവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടും. അപ്പോൾ വെർച്വൽ ഇമേജിന് എം എന്ന് പറയുന്നത് -v/u ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു +2. അപ്പോൾ v ഈസ് ഈക്വൽ ടു -2u എന്ന് കിട്ടും. കാരണം ഇവിടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1/u പ്ലസ് അല്ലേ, 1/u പ്ലസ് 1/v നമുക്ക് ഫോർമുല അറിയാം അല്ലേ. Then that is equal to 1/u plus 1 divided by -2u, that is equal to 1 divided by -20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടും? that is equal to 1/2u is equal to 1/-20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u എന്ന് പറയുന്നത് -10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എങ്ങനെയാണ് അവിടെ 10 എന്ന് കിട്ടുന്നത്? അതിനെയാണ് നമ്മളത് 10 എന്ന് കിട്ടണേ. നമുക്കിതിപ്പോൾ 1/2u എന്ന് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തിരിക്കണം. വെർച്വൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കുക, വെർച്വൽ പൊസിഷനിൽ, അതായത് വെർച്വൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ദെൻ
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If a man's face is 25 cm in front of the concave shaving mirror producing erect image 1.5 times the size of the face, അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ എത്രയായിരിക്കും നമുക്ക് നോക്കാം. കോൺകേവ് മിററിൽ, അതായത് ഒരു കോൺകേവ് ഷേവിംഗ് മിററിൽ, അപ്പോൾ ഓർത്തോളം ഷേവിംഗ് മിറർ എങ്ങനെയാണ്, കോൺകേവ് ആണ് വരുന്നത്. ഇൻ എ കോൺകേവ് ഷേവിംഗ് മിറർ വെർച്വൽ ഇറക്റ്റ് ആൻഡ് ലാർജ് സൈസ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ ഇസ് ഒബ്റ്റെയിൻഡ് യൂസിങ്, നമ്മൾ അതേ ഫോമുല തന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ, എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു, ഇത് 1/5 ആണ് നമുക്ക് കിട്ടണേ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ -25. ഇത് ഫോമുലയിലുള്ളതാണ് അല്ലേ. വി ഈസ് ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ കിട്ടും. മിറർ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ഡിവൈഡഡ് ബൈ 75/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -25 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 75 കിട്ടും. ദെയർഫോർ എഫ് ഇസ് ഈക്വൽ ടു -75 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു, ഏതായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്? If a man's face is 25 cm in front of a concave shaving mirror producing erect image 1.5 times the size of the face, then the focal length of the mirror would be. Okay, clear ആയി. നമുക്കിനി as a light travels from a rarer to denser medium it will have ഏതാണ്, increased velocity, decreased velocity, decreased wavelength, both B and C എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് ബോത്ത് ബി ആൻഡ് സി ആണ്. വെൻ ലൈറ്റ് റേ ട്രാവൽ ഫ്രം റയറർ ടു ഡെൻസർ മീഡിയം, അതിൻ്റെ വെലോസിറ്റിയും അതേപോലെ തന്നെ വേവ് ലെങ്ത്തും രണ്ടും ഡിക്രീസ് ചെയ്യാണ്. വി ഈസ് ഈക്വൽ ടു വി ലാംഡ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, നിങ്ങളിൽ തന്നെ പലർക്കും എന്തുണ്ടാകും, ഒന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ചിലപ്പോഴെങ്കിലും ഒരു ഹെസിറ്റേഷൻ വരാം അല്ലേ. അപ്പോൾ ഒട്ടും പേടിക്കണ്ട. ഇതേപോലത്തെ ക്ലാസ്സസ് നമ്മൾ ഇന്ന് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതേപോലത്തെ തന്നെ ഒരുപാട് ക്ലാസ്സസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് ക്ലാസ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസും CCPLUS ട്യൂഷൻ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനും സ്പെഷ്യൽ മെൻറ്റർഷിപ്പും അല്ലേ, ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളുടെ വൊക്കാബുലറീസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താണ് നമുക്ക് സ്പീക്കിംഗ് ആണ് അല്ലേ, അപ്പോൾ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ദ ഇമേജ് ഫോംഡ് ബൈ റെറ്റിന ഓഫ് ദ ഹ്യൂമൻ ഐ ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇറക്റ്റ്. അതിൻ്റെ കറക്റ്റ് ആൻസർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അടുത്താണ് ദ ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഹ്യൂമൻ ഐ ഈസ് കോസ് ഡ്യൂ ടു സീലിയറി മസിൽ, പ്യൂപ്പിൾ, കോർണിയ ആൻഡ് ഐറിസ്. അതിൻ്റെ ആൻസർ സീലിയറി മസിൽസ് ആണ്. Then the least distance of a distinct vision for a young adult with normal vision is ഏതാണ്, 25 cm ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the persistence of a vision for human eye is 1/16th of a second ആണ്. ഓർത്തിരിക്കുക, the persistence of vision for human eye എന്ന് പറയുന്നത് 1/16th of a second ആണ്. Then the light sensitive cell present on retina and is sensitive to the intensity of light. ഏത് സെല്ലുകളാണെന്നുള്ളത് നമുക്കറിയാം, അതിൻ്റെ അകത്ത് റോഡ് സെൽസ് ആണ്. അടുത്ത വരുന്നതാണ് the phenomenon of light that is responsible for the working of human eye is refraction ആണ്, it is not reflection. Okay, then which of the following colors is least scattered by fog, dust or smoke? ഏതാണ് least scattered? റെഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്ത് റെഡിഷ് കളറ് വരുന്നത്. ഡേഞ്ചർ സിഗ്നൽസിൽ നമ്മൾ റെഡ് യൂസ് ചെയ്യാറുണ്ട്. കളേർഡ് ലൈറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് മോസ്റ്റ് വൈൽ പാസിംഗ് ത്രൂ എ പ്രിസം ഇസ് വയലറ്റ് ആണ്, നോട്ട് ചെയ്യുക. അടുത്താണ് എ സ്റ്റുഡൻറ്റ് സിറ്റിംഗ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് ക്യാൻ റീഡ് ദ ലെറ്റേഴ്സ് റിട്ടൺ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു റീഡ് ദ ലെറ്റേഴ്സ് റിട്ടൺ ഇൻ ഹിസ് ടെക്സ്റ്റ് ബുക്ക്. ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാം, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? The near point of his eyes has receded away. Near point of his eyes has come closer to him. Then the far point of his eyes has come closer to him and the far point of his eyes has receded away. രണ്ട് ഓപ്ഷനാണ് വരുന്നത്, ഒന്നെങ്കിൽ ക്ലോസർ ആയിട്ട് വന്നു അല്ലെങ്കിൽ റിസീഡഡ്. അതായത് എന്താണ്, ഇറ്റ് വിൽ ഗോ ഫാർ അവേ. ഓക്കെ, ഫാർത്തസ്റ്റ് പോയിന്റ് ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ദ നിയർ പോയിന്റ് ഓഫ് ഹിസ് ഐസ് ഹാസ് റിസീഡഡ് അവേ.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ കളർ ഓഫ് ദ ക്ലിയർ സ്കൈ ബ്ലൂ? എന്തുകൊണ്ടാണ്? ദ സ്കാറ്ററിംഗ് ഓഫ് ദി sunlight due to the air molecules in the atmosphere causes the sky to appear blue. അല്ലേ? സ്കാറ്ററിംഗ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ലൈറ്റ് ട്രാവൽ ചെയ്ത് താഴെ വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഡിസ്പേർഷൻ പഠിച്ചിരുന്നു. ഡിസ്പേർഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ വിബ്ജിയോ ഫോർമേഷൻ പഠിച്ചു. വിബ്ജിയോ ഫോർമേഷൻ്റെ അകത്ത് ഏതാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്, ഏതിനാണ് വേവ് ലെങ്ത്? ഷോർട്ടർ വേവ് ലെങ്ത്തിന് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട്, ലോങ്ങർ വേവ് ലെങ്ത് കുറച്ചാണ് സ്കാറ്റർ ചെയ്യുള്ളൂ. So shorter wavelength is scattered more compared to the longer wavelength. So the scattered blue light enters our eyes. അപ്പോൾ സ്കാറ്റർ ചെയ്ത ആ ലൈറ്റ് ആണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത്. ആൻഡ് വി ക്യാൻ സീ ദ ബ്ലൂ കളേർഡ് സ്കൈ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? നമുക്കറിയാവുന്ന കാര്യമാണ്. ട്വിങ്ക്ലിംഗ് ഓഫ് ദി സ്റ്റാർസ് ഇസ് ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ദാറ്റ് ഇസ് സ്റ്റാർ ലൈറ്റ്. ദെൻ അറ്റ്മോസ്ഫിയർ സെവറൽ ലെയേഴ്സ് ഉണ്ട്. And the refractive indices which keep on changing continuously. Refractive indices അതായത് refractive index എന്താണെന്ന് അറിഞ്ഞിരിക്കുക. Due to this path of light rays from the star keep on changing as their path continuously. അല്ലേ? As a consequence, the number of rays entering the pupil of the eye goes on changing with time and the star appears as twinkling. അപ്പോൾ ട്വിങ്ക്ലിംഗ് എഫക്റ്റ് എന്താണ്? സ്റ്റാർസിൻ്റെ ട്വിങ്ക്ലിംഗിലെ ബിഹൈൻഡിലെ ഫിനോമിനോൺ എന്താണെന്ന് ഓർത്തിരിക്കുക. ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ദ ഡയഗ്രം ഗിവൺ ബിലോ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇറ്റ്. നോക്കിക്കേ, ഇങ്ങനത്തെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വിച്ച് ഡിഫക്റ്റ് ഓഫ് വിഷൻ ഈസ് റിപ്രസെൻറ്റഡ് ഇൻ ദിസ് കേസ്? ഇങ്ങനത്തെ പിക്ചർ വന്നിട്ട്, അതായത് ഹൈപ്പർ മെട്രോപ്പി ആണോ മയോപ്പി ആണോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. What could be the two causes of this defect? With the help of a diagram, show how this defect can be corrected by the use of a suitable lens. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരയ്ക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതായത് ഹൈപ്പർ മെട്രോപ്പി ആണ്, കാരണം ഇമേജ് ബിഹൈൻഡ് ദ റെറ്റിനെയാണ് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? വാട്ട് കുഡ് ബി ദ ടു കോസ് ഓഫ് ദിസ് ഡിഫക്റ്റ് ആണ്? ഡ്യൂ ടു ഗ്രേറ്റർ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആൻഡ് ആസ് ഐബോൾ ബിക്കം സ്മോളർ. തേർഡ് ആയിരുന്നു, ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ, എങ്ങനെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. ദെൻ define the term dispersion of white light. State the color which bends the least and the most while passing through a glass prism. The splitting up of white light into its component colors, അല്ലേ? 7 component colors ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. The color which bends the least is red and the most is violet while passing through a glass prism. ഗ്ലാസ് പ്രിസത്തിലൂടെ പോകുമ്പോൾ അത് വയലറ്റ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ കളേർഡ് സ്കൈ ആണ്. അപ്പം ബ്ലൂ ആയിട്ട് കൺഫ്യൂഷൻ ആകാതിരിക്കണം. ബ്ലൂ എന്ന് പറയുന്നത് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നതാണ്. പക്ഷെ പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ മോസ്റ്റ് ഏതാണ്? വയലറ്റ് ആണ്, വൈൽ പാസിങ് ത്രൂ എ ഗ്ലാസ് പ്രിസം. ദെൻ എന്താണ് ടിൻറ്റൽ എഫക്റ്റ് എന്നുള്ളത്? ടിൻറ്റൽ എഫക്റ്റ് ദ ഫിനോമിനോൺ ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് പാർട്ടിക്കിൾസ്. അതും കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. അതിനെയാണ് നമ്മൾ ടിൻറ്റൽ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നവോദയ പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് December 15th എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. November 15th നമ്മൾ അതിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എല്ലാം. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്ക് 2-ാം തീയതിയാണ് എക്സാം, December 2-ന് 11 മുതലാണ് നമുക്ക് ടൈം ഇട്ടിരിക്കുന്നത്. സോ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.